സന്തോഷിക്കണ്ട. ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ഇത് നമ്മളെ വാനോളം അങ്ങ് ഉയർത്തും. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ടൊരു ഇടക്കമുണ്ട്. എന്റെ അമ്മോ, സഹിക്കാൻ പറ്റൂല. ചേച്ചിയുടെ വർത്താനം കേട്ടതൊന്നും നല്ല അനുഭവം ഉണ്ടെന്ന്. എനിക്കൊരു അനുഭവം ഇല്ലേ? ഞാൻ ഒരുപാട് ആളുകളെ ഇതേപോലെ കണ്ടിട്ടുണ്ട്. ചേച്ചി ഒരുത്തന്റെ കമന്റ് കണ്ട നിങ്ങളുടെ എല്ലാം ഞാൻ കാണുന്നുണ്ടെന്ന്. ഇങ്ങനെ കുറെ ഞരമ്പന്മാർ ഇറങ്ങിയിട്ടുണ്ട്. എടി, അത് നമ്മുടെ ഉദ്ദേശിച്ചതുപോലെ അല്ല. നമ്മുടെ റീൽസ് എല്ലാം അവൻ കാണുന്നുണ്ടെന്നാ പറഞ്ഞത്. ഞാനൊക്കെ പേടിച്ചു പോയി. ക്യാമറയുടെ കാലമല്ലേ. എന്തോ ക്യാമറ? കാർ ഓടിക്കുന്നവന് ഹെൽമെറ്റിന്റെ ബെൽറ്റ്, ബൈക്ക് ഓടിക്കുന്നവന് സീറ്റ് ബെൽറ്റിന്റെ ബെൽറ്റ്. ഇതൊന്നും പോരാതിട്ട് കാറിൽ പോയ ഒരാൾക്ക് പിൻ സീറ്റിൽ അയാളെ പോലും അറിയാത്ത ഒരു സ്ത്രീയുടെ ഫോട്ടോ. അയ്യോ അമ്മാവൻ, ചേച്ചി എന്റെ ഷോൾ എവിടെ? ചേച്ചി എന്റെ പൊട്ട എവിടെ? ചേച്ചി പൊട്ട നെറ്റിയിരിക്കുന്നു. അമ്മാവൻ സന്തോഷമായി അന്ന് നാട്ടിൽ വന്ന് ജീവിക്കുകയാണെങ്കിലും എന്റെ മക്കള് അച്ചടക്കത്തോടെ ആണല്ല ജീവിക്കുന്നത്. ഒന്നും പറയണ്ട, നമ്മുടെ അമ്മണി പശുവിൽ നിന്ന് കറക്കാൻ ചെന്നതാ. അസ്ഥാനത്ത് ഒറ്റ അതിനുശേഷം എന്ത് പറഞ്ഞാലും ഈ കറവ കയറുന്നു. ഈ കറവ അങ്ങ് വെച്ചേക്ക്, ഈ കവർ അങ്ങ് വെച്ചേക്ക് മോളെ. അമ്മ ഇന്നലെ വരാന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ താമസിച്ചേ? ഇന്നലെ ഇങ്ങോട്ട് വരാൻ വേണ്ടി കയറിയത് ജോബിൻ ബസ്സിലാണ്. അതാണ് MBD പിടിക്കുന്നു വിടുന്നു, നാട്ടുകാർ സ്വീകരിക്കുന്നു, വീണ്ടും പിടിക്കുന്നു വിടുന്നു, സ്വീകരിക്കുന്നു. അങ്ങനെ പിടുത്തോ സ്വീകരണം കഴിഞ്ഞെത്തിയപ്പോ ഇന്നായി പോയി. ഇതെല്ലാം കഴിഞ്ഞ് റോട്ടിൽ കൂടെ നടന്നു വന്നപ്പോ ഒരു മയക്കം പിടിച്ചുള്ളൊരു പയ്യമ്മ നിന്നോട് ചോദിക്കുക, അമ്മ അവന്റെ ഔട്ട്ഫിറ്റ് പറയാവോ? സ്വന്തമായിട്ട് ഇൻഫിറ്റ് പോലും ഇല്ലാത്ത ഞാൻ എന്തോ ഔട്ട്ഫിറ്റ് പറയാനാ? പിന്നെ എല്ലാ തവണത്തെ പോലെ അല്ല ഞാൻ ഇത്തവണ വന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. കൂടെ ഒരു ആക്ഷനും കൂടെ ഉണ്ടല്ലോ. അതല്ല, കുഞ്ഞിനാളിൽ നിങ്ങളുടെ അച്ഛനെന്നെ മരിച്ചപ്പോ അതുപോലും അറിയിക്കാതെ ഞാൻ നിങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് ഞാൻ പറയുവാണ്, നിങ്ങളുടെ 3 പേരെ കല്യാണം നടത്തിയിട്ട് വേണം ഈ അമ്മാവന് കണ്ണടയ്ക്കാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് 3 പേർക്കും ഓരോ കല്യാണാലോചനയുമായിട്ടാണ് അമ്മാവൻ വന്നിരിക്കുന്നത്. സന്തോഷമായ? ഇല്ല. ഇല്ലേ? എനിക്ക് അമ്മാവനോടൊരു കാര്യം പറയാനുണ്ട്. പറ. എന്ത് മക്കളെ? ഞാൻ ഒരാളുമായിട്ട് ഇഷ്ടത്തിലാണ് അമ്മാവ. ഇപ്പോഴത്തെ പിള്ളേരെ ഓരോ കാര്യം. മക്കളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളായിരിക്കും അല്ലേ? ജോലി ചെയ്യുന്ന ആളല്ല, എന്നാൽ ഞാൻ അദ്ദേഹത്തിനെ കെട്ടും. ഇനിയിപ്പൊ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അവരെങ്ങനെ കാണാനൊക്കെ? എങ്ങനെ കാണാൻ? ഞങ്ങൾ പരസ്പരം ഇതുവരെ കണ്ടിട്ടില്ല അമ്മാവ. ഞങ്ങള് ഫേസ്ബുക്കിൽ കൂടിയാ പ്രേമിച്ചത്. എന്തോന്ന് മക്കളെ അവന്റെ പേര്? ജോണിച്ചായൻ. ജോണിച്ചായനെങ്കിൽ ജോണിച്ചായൻ. മക്കളെ, നിന്റെ കാര്യം അങ്ങനെ ആയി. മോളെ, നിനക്ക് പറ്റിയ ഒരാളെ ഞാനും കണ്ടുപിടിച്ചിട്ടുണ്ട് അമ്മാവ. എന്തോന്ന് മക്കളെ അവന്റെ പേര്? മുജീബ്. എന്തോന്ന്? മുജീബിക്കാന്ന്. നല്ല സ്നേഹമുള്ള ആളാ അമ്മാവ. അമ്മാവൻ ഉറപ്പായിട്ട് ഇഷ്ടമാണ്. അവൻ എങ്ങനെയാ മോളെ? അടുത്ത ആഴ്ച ഞങ്ങൾ ആദ്യമായിട്ട് കാണും അമ്മാവ. ഇൻസ്റ്റഗ്രാം വഴിയാ പരിചയപ്പെട്ടത്. അപ്പൊ നീ ഇതുവരെ കണ്ടിട്ടില്ലേ? ഇല്ല. നിങ്ങളുടെ 2 പേരെയും കാര്യം അങ്ങനെയായി. ഏറ്റ ഇളയതാണ് നീ. നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. നിനക്ക് പറ്റിയൊരു പയ്യനെ കണ്ടുപിടിച്ച് അവന്റെ കൈ നിന്റെ കൈ പിടിച്ചങ്ങ് ഏൽപ്പിക്കണം. സന്തോഷായി അമ്മാവ. കല്യാണക്കുറിയിൽ വെക്കാനുള്ള ആളിന്റെ പേരോട് ഞാൻ പറയട്ടെ. പറഞ്ഞോളെ. കൃഷ്ണകുമാർ. നീ ഫേസ്ബുക്കിലൂടെയാണോ അതോ ഇൻസ്റ്റഗ്രാമിലൂടെയാണോ? അയ്യേ, അങ്ങനൊന്നും അല്ല അമ്മാവ. വാട്സാപ്പിലൂടെയാണ്. ജോണിച്ചായൻ, മുജീബ്, കൃഷ്ണകുമാർ, മൊത്തത്തിൽ മതസൗഹാർദ്ദം ആണല്ല മക്കളെ. അങ്ങനെയല്ല അമ്മാവ വേണ്ടത്. ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളുടെ പരമ്പര നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് സ്ഥിതിക്ക് ഒരു അമ്മാവനെന്ന നിലയിൽ ഞാൻ ഒരു കാര്യങ്ങളും ചെയ്തോട്ടെ മക്കളെ. ആരാണ് എന്താണെന്നൊക്കെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അവരുടെ 3 പേരുടെ നമ്പറും കൊണ്ടുപോവാ. ഇപ്പൊ തരാം അമ്മാവ. കൊണ്ടുപോ. മുജീബിക്കാട് നമ്പർ. എന്റെ ജോണിച്ചായന്റെ നമ്പർ. ഇതെന്റെ മാത്രം കൃഷ്ണേട്ടല്ലേ? 9895411024 9895411024 മക്കളെ, പണി പാളിയെന്നാണ് തോന്നണത്. എന്താ മാമ? നിങ്ങൾ 3 പേരും വിളിക്കുന്നത് ഒരേ നമ്പറിലേക്കാ.
നീയൊക്കെ മൂന്നും കൂടെ കഞ്ഞിയും കറി വെച്ചോണ്ടിരുന്നത് ഒരടുപ്പിലാണ്. അമ്മവ ഇന്നലെ എന്റെ കൃഷ്ണേട്ടൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഞങ്ങളോടും ഒന്നുമില്ലെങ്കിലും ആൾത്താമസമുള്ള 3 തലതരക്കൊക്കെ ഇല്ലേ, ചിന്തിക്കാനുള്ള കഴിവില്ലേ. എന്തോ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. ഇനി അതൊക്കെ അങ്ങ് വിട്. അങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? അവൻ ഇതിലൂടെയല്ലേ ഞങ്ങൾക്ക് പണി തന്നത്. അവനെ ഞങ്ങൾ ഇവിടെ വിളിച്ചു വരും. ഈ 3 സിസ്റ്റേഴ്സ് ആരാണെന്ന് അവൻ എന്താകും? വിളിക്കട്ടെ? ജോണിച്ചായ ഓടിച്ചു തരണം. ജോണിച്ചായ എവിടാ? ഞാൻ ബിസിനസ്സുമായിട്ട് കുറച്ച് തിരക്കിലാണ്. എന്താണ്? ഒന്നുമില്ല. പിന്നെ ഇവിടെ വീട്ടിൽ ആരും ഇല്ല. അപ്പൊ ഒന്ന് നേരിട്ട് കാണാൻ തോന്നി. വരുവോ? ആരുമില്ല. സത്യം? എന്റെ ജോണിച്ചായനാട് സത്യം. ലൊക്കേഷൻ അയക്കേ? ഇപ്പൊ അയക്കാവേ. ഇപ്പൊ എത്താതെ? ഇതാടോ നിന്റെ ലൊക്കേഷൻ. നിന്റെ ലൊക്കേഷൻ നീ ചവിട്ടി പൊട്ടിക്കും. മുജീബ് അവരെ കാര്യ ചവിട്ടി പിടിക്കും. ഒരു കിന്നകുമാർ ഒരു കഴിഞ്ഞ വെട്ടിയെടുക്കും. ജോണിച്ചായോ നിന്റെ തല ഞാൻ എടുക്കോടോ. മക്കളെ ഇത് വേണോ? വേണം. ആ കോഴി വന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ മാറി നിൽക്കുന്നു. അതിന് ഞങ്ങളെന്തിനാ മാറുന്നത്? ഞങ്ങളെയൊക്കെ കണ്ടിട്ടില്ലല്ലോ. എന്നാലും നിങ്ങളൊന്ന് മാറി നിൽക്കേ. ഈ മുത്തേ പൊന്നെ ചക്കര എന്നൊക്കെ വിളിച്ച് ഈ സരൂന്ന് ഞാൻ മറന്നു പോയടാ. പൊന്നെ ഓ സ്നേഹത്തിന് മധു വരാൻ എനിക്ക് തിടുക്കമായി. നിന്റെ മധു ഞാൻ തീർത്തു തരണം. എന്താ മോളു? ഒന്നുമില്ല. അല്ല എന്റെ ജോണിച്ചായ എന്ത് സുന്ദരനാ. എന്റെ മോളൂസ് എത്ര സുന്ദരിയാ. ജോണിച്ചായ എന്റെ ജോണിച്ചായന് ഏറ്റവും ഇഷ്ടം ആരെയാ? എന്റെ മുത്തനെ. അത് കഴിഞ്ഞ അത് കഴിയുന്നില്ലല്ലോ പൊന്നെ. ഒരു ബിസിനസ് ആവശ്യമായിട്ട് കോളാണ്. ഓ If you don't mind. ഒരു കുഴപ്പമില്ല ജോണിച്ചായ. മുജീബിക്ക എന്താ പൊന്നു? എവിടെയാ മുജീബിക്ക? ഒരു ബാങ്കിൽ നിൽക്കാൻ ലോണിന്റെ ആവശ്യമായിട്ട്. എന്നിട്ട് ലോൺ കിട്ടിയോ? ഇല്ല, ഇപ്പൊ കിട്ടും. എപ്പം വാങ്ങിച്ചോണ്ടേ പോവും. മുജീബിക്ക എനിക്ക് ഇക്കാനെ കാണാൻ തോന്നിക്ക. ഇവിടെ ഇപ്പൊ ആരുമില്ല. അവിടെ ആരുമില്ലേ? അവിടെ ആരുമില്ലേ? ഇല്ലിക്ക, ഞാൻ ഒറ്റയ്ക്കാ. എല്ലാം കൂടെ ഒരുമിച്ചാണല്ലോ ഇത്. എന്താ? ഞാൻ പിന്നെ കേട്ടോ. ഓക്കെ, സോറി മോളൂ. നമ്മുടെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്. വെറുതെ വിചാരിക്കരുത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സ്കൂളിൽ നിന്ന് വിളിക്കും, കോളേജിൽ നിന്ന് വിളിക്കും. ചാരിറ്റി അല്ലേ? എല്ലാരും മെനക്കെട്ട് വിളിക്കുന്നുണ്ടല്ലേ? ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ഈ 2 പേരുകളിൽ ഒന്നിൽ തൊട്ടേ. അതെ, എനിക്കുള്ളതാ. ഞാനാ ഇതെനിക്കുള്ളതാന്ന്. ഇത് മാത്രമല്ല, എല്ലാം നിനക്കുള്ളതാണ്. ഇങ്ങനെ തുറന്നേ.
ഉണ്ട്. രാധാകൃഷ്ണ, കൃഷ്ണേട്ടൻ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ എവിടെ? എന്താ? ഞാൻ മോളുടെ ഹൃദയത്തിൽ. അതെ, എനിക്കിപ്പോ കൃഷ്ണേട്ടനെ കാണാൻ തോന്നുന്നു. നിനക്കും? ഇവിടെ ഇപ്പൊ ആരുമില്ല. അവിടെ ആരുമില്ലേ? പാലൊക്കെ പഴുക്കുമ്പോ കാക്കിക്ക് വായും ഉണ്ണിയുണ്ട്. കൃഷ്ണേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരുവോ? ജോണിച്ചായ എന്തോ ഇത് എപ്പോഴും തിരക്ക് തന്നെ. എന്ത് ചെയ്യാൻ ഒരാളല്ലേ ഉള്ളൂ. എന്നാലും എന്നെ കാണാൻ വന്നിട്ട്. എന്റെ പൊന്നും പുറത്തെ സരിത എനിക്ക് പോയിട്ട് അടുത്ത ധൃതിയുണ്ട്. എന്നാ പിന്നെ ഞാന് ഓ അപ്പൊ എന്നെ ഇട്ടിട്ട് പോവാണല്ലേ? അങ്ങനെ പോവാൻ പറ്റും മുത്തേ. ഞങ്ങൾ 3 സിസ്റ്റേഴ്സ്. ഞാൻ സരിത, ഞാൻ സവിത, ഞാൻ സംഗീത. വാവ്, 3 പേരും സുന്ദരിമാരാണല്ലോ. ഞാന് എന്റെ ജോണിച്ചായ, എന്റെ മുജീബിക്ക, എന്റെ കൃഷ്ണേട്ടൻ. രാധാകൃഷ്ണ ഒളിഞ്ഞു. നീ ഞങ്ങളെ പറ്റിക്ക് വരുന്നല്ലേടാ ഒരു തോണിച്ചായ. അവന്റെ ഒരു മുജീബിക്ക, അവന്റെ അമ്മൂമ്മയുടെ ഒരു രാധാകൃഷ്ണ. നിങ്ങളുടെ ഭാഗത്തുകൊണ്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരുത്തനെ കണ്ണും പൂട്ടി പ്രേമിക്കാന്ന് വെച്ചാൽ ഈ പ്രണയം എന്ന് പറയുന്നത് ദിവ്യമായ ഒന്നാണ്. കല്യാണമേ വേണ്ടെന്ന് വെച്ച എനിക്ക് കുറച്ചു കാലമായി ഒരു പ്രണയമുണ്ട്. വസുന്ധരാദേവി. ഞങ്ങളുടെ പ്രണയമാണ് പ്രണയം. എന്റെ മനസ്സ് നുഴഞ്ഞാൽ, എന്റെ ശബ്ദം ഒന്ന് ഇടറിയാൽ അവൾക്കറിയാൻ പറ്റും. അവള് പറഞ്ഞു തരും പ്രണയം എന്താണ്, സ്നേഹം എന്താണ്, ബന്ധങ്ങളുടെ ആഴമെന്താണ്. മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചുറങ്ങുന്ന ചെറുപ്പക്കാരി. ഫോൺ എടുക്കണം, ഫോൺ എടുക്കണം. നാളെ ഫോൺ എടുത്തില്ലെങ്കിൽ ഇപ്പൊ നിന്നെ എടുക്കണം. സുഖം തന്നെ. എന്ത് മക്കളെ?